ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷിമർ വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കോവിഡ് വൈറസ് ബാധയുടെ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് ചൈനയിലെ വുഹാൻ പ്രവിശ്യയിൽ ആദ്യമായി ലോക്ക്ഡൗൺ നടപ്പാക്കിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ വളരെ അത്ഭുതത്തോടെയാണ് അത് നോക്കിക്കണ്ടത്. ഇത്രയും അടിയന്തരമായിട്ടുള്ള സാഹചര്യമുണ്ടോ എന്ന് ആശ്ചര്യപ്പെട്ട ചൈനയിലുള്ള ആളുകളും ഇറ്റലി, സ്പെയിൻ, യൂറോപ്പുള്ള ആളുകളെല്ലാം ഇപ്പോൾ COVID-19 എന്ന മഹാമാരിയുടെ ചൂടറിഞ്ഞു. ഈ ഒരു വൈറസ് ബാധ മൂലം ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ മരിച്ചു വീണത്. എത്രയും പെട്ടെന്ന് ലോക്ക്ഡൗണിലേക്ക് പോകുന്നു അത്രയും നല്ലതാണ് എന്ന് ആരോഗ്യ പ്രവർത്തകർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്. കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ട് പോലും പല ആളുകളും ഹോം ക്വാറന്റൈൻ എന്നുള്ള ഒരു സിസ്റ്റത്തെ ലംഘിച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ കറങ്ങി നടന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പത്തനംതിട്ടയിലും കാസർഗോഡും കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ഒരു വൈറസ് വ്യാപനം ഉണ്ടാവാനായിട്ടുള്ള കാരണം ഉണ്ടായത്. പ്രധാനമായും ലോക്ക്ഡൗണിലേക്ക് നീങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ അവശ്യ സാധനങ്ങൾ നമുക്ക് സർവീസ് ഉണ്ടാകും എന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. മുഖ്യമായും പൊതുസ്ഥലത്ത് കൂട്ടം കൂടാൻ പാടില്ല. പരമാവധി ഒറ്റപ്പെട്ടു കഴിയാൻ ശ്രമിക്കുക. പൊതുഗതാഗതം നിരോധിച്ചിരിക്കുന്നു. സ്വകാര്യ വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. കാറിൽ പരമാവധി 2 പേർ മാത്രം സഞ്ചരിക്കുക. ഇരുചക്ര വാഹനങ്ങളിൽ ഒരാൾ മാത്രവും. ആരാധനാലയങ്ങൾ തുറക്കില്ല. പെട്രോൾ സ്റ്റേഷനുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കരുത്. പകരം പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. ബാങ്കുകൾ 2 മണി വരെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. കടകൾ 7 മുതൽ 5 മണി വരെ പ്രവർത്തിക്കുന്നതാണ്. ഷോപ്പിംഗ് മാളുകൾ തുറന്ന് പ്രവർത്തിക്കില്ല. മെഡിക്കൽ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കും. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. കുവൈത്തിൽ നിലവിൽ 3 ആഴ്ചയായിട്ട് ഒരുവിധം ജനങ്ങൾ എല്ലാവരും തന്നെ ലോക്ക്ഡൗണിലാണ്. ഈ ഒരു വൈറസ് വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന നടപടികളോട് നിരവധി ആളുകൾ സഹകരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇന്നത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു വൈറസ് വ്യാപനം തടയാനായിട്ട് വളരെ ഫലപ്രദമായ നല്ല രീതിയിൽ സാധിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീട്ടിലേക്കും എല്ലാ ആളുകളുമായിട്ട് ഷെയർ ചെയ്യണം. എങ്ങനെ നമ്മൾ കുവൈത്തിലുള്ള ആളുകൾ ഈ ഒരു സിസ്റ്റവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്താണ് ലോക്ക്ഡൗൺ എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയം നമ്മൾ എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറായി നാളെ നമ്മുടെ മുമ്പിൽ വലിയൊരു ലോകമാണ് തുറന്നു വരുന്നത്. ഇന്ന് നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ സഫർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് നിരാശയായിരിക്കും ഫലം. നമ്മുടെ കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും ഹോം ക്വാറന്റൈൻ അല്ലെങ്കിൽ ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റവുമായിട്ട് വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യണം. മാർച്ച് 31 വരെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സിസ്റ്റവുമായിട്ട് എല്ലാ ആളുകളും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ വീണ്ടും നല്ല ഇൻഫർമേഷനും നല്ല വാർത്തകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.